Hi everyone, welcome to this new series called Research Diaries, where I will be talking about my research insights, which will connect with yours as well. So let's begin. So I'm a research scholar at the University of Kerala and ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പേഴ്സണൽ റിസർച്ച് ജേണിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് that I thought would share with you so that some of you will get connected to this. So my dear friends, research scholars and my students, please lend me your ears for some time. I am going to talk about one of the most important language skills that we need in our research journey, that is reading. So, reading is that skill that we all have employed much before we all have started this journey. നമ്മുടെ റിസർച്ച് ജേർണി ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സ്കില്ലാണ് ആക്ച്വലി റീഡിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സിനോപ്സിസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ വി മൈറ്റ് ഹവ് റെഡ് എ ലോട്ട് ഓഫ് ആർട്ടിക്കിൾസ്, നമ്മൾ ഒരുപാട് സിനോപ്സിസുകൾ വായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ലിറ്ററേച്ചർ റിവ്യൂ പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെയാണ് ഒരു സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേ ബി നമ്മൾ ശോധ് ഗംഗോത്രി എന്നൊക്കെ ഒത്തിരി സിനോപ്സിസുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവാം, അതെല്ലാം വായിച്ചിട്ടുണ്ടാവും, അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ നമ്മുടെ റിസർച്ച് പ്രപ്പോസൽ ഒക്കെ തയ്യാറാക്കുന്നത്. സോ വി ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് ദ സ്കിൽ മച്ച് ബിഫോർ വി ഹാവ് ഈവൻ തോട്ട് അബൌട്ട് ഇറ്റ്, അല്ലേ? നമ്മളിതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നതിനൊക്കെ മുന്നേ നമുക്കിത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ എപ്പോഴും ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതലും ഹെൽപ്പ് ചെയ്യുന്ന സ്കിൽ ഇസ് റീഡിങ്. സോ എവ്രിതിങ് ദാറ്റ് വി ഡു ഇസ് ബേസ്ഡ് ഓൺ ദിസ് സ്കിൽ ഓഫ് റീഡിങ്. അതുകൊണ്ട് തന്നെ റിസർച്ചിൻ്റെ ഓരോ സ്റ്റേജിലും ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ ഓരോ സ്റ്റേജിലും ഇത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കോമ്പീറ്റൻസി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേജ് ഓഫ് റിസർച്ചിനനുസരിച്ചും റീഡിങ് ലെവൽസിൽ വ്യത്യാസം വരും. അല്ലെങ്കിൽ റീഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം ഒരു ലേറ്റർ ഫേജ് ഓഫ് റിസർച്ചിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വിൽ ഗെറ്റ് ഡ്രെയിൻഡ് ഔട്ട്, നമ്മൾ പെട്ടെന്ന് ബേൺ ഔട്ടായി പോകും, പെട്ടെന്ന് ഡ്രെയിൻഡ് ഔട്ട് ആവും. സോ ദാറ്റ് വിൽ റീഡ് എ ലോട്ട്, പക്ഷെ അതിൽ നിന്നും ഒന്നും നടന്നു എന്ന് വരില്ല. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ളതും വളരെ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ളതുമായിരിക്കും. അതൊരു ഈസി റീഡിങ്ങിനായിട്ടുള്ളതല്ല. വളരെ കോൺസെപ്ച്വലൈസ്ഡ് ആയിട്ടുള്ള, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെർമിനോളജീസും വൊക്കാബുലറീസും ഒരുപാട് നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ അക്കാഡമിക് റീഡിങ് ഇസ് നോട്ട് ഓൾവേസ് ദാറ്റ് ഈസി. ഇറ്റ് നീഡ്സ് a lot of energy and lot of our time as well. നമ്മൾ റിസർച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്തിടും. ഫോർ എക്സാമ്പിൾ ഇന്ന ടോപ്പിക്കിന് വേണ്ടി ഞാനൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇറ്റ് വാസ് ആക്ച്വലി ടോപ്പിക് ബേസ്ഡ്. ഓരോ ടോപ്പിക് നമ്പർ 1, 2, 3 അതിന് പേരൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ആ ടോപ്പിക്കിൽ അലൈൻ ചെയ്യുന്ന ടെക്സ്റ്റുകളും ആർട്ടിക്കിൾസും എല്ലാം അതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിലെല്ലാം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് സ്റ്റിൽ എ ക്വസ്റ്റ്യൻ. ആക്ച്വലി അതിലെല്ലാം നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ടോ? ദാറ്റ് ഈസ് വെയർ ഐ എം ഗോയിങ് ടു ടെൽ യു, ആസ് യു ഹവ് സീൻ ഇൻ ദ തംബ്നെയിൽ. എല്ലാം വായിക്കേണ്ടി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദാറ്റ് ഈസ് വാട്ട് ഐ ഹവ് സെഡ്. യു ഡോണ്ട് നീഡ് ടു റീഡ് എവ്രിതിങ് ദാറ്റ് യു സീ. സോ റിസർച്ച് ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനും നമ്മുടെ ജേർണിയിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആക്കാനും ഒക്കെ പറ്റുന്നൊരു കാര്യമാണ് ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം ഇത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിൽ റീഡ് ലോഡ് ഓഫ് ടെക്സ്റ്റ് ബുക്സ്, അല്ലെങ്കിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിക്കുള്ളതും. വി നീഡ് സം സോർട്ട് ഓഫ് റീഡിങ്. അത് ഏത് രീതിയിൽ വേണം എന്ന് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. നമ്മുടെ റിസർച്ചിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ ടൈം വിൽ ബി ലോസ്റ്റ് ഇൻ റീഡിങ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും we'll think about it. ആൻഡ് എന്താണ് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്? വി ഹാവ് ബീൻ റീഡിങ് എ ലോട്ട് ഓഫ് ടെക്സ്റ്റ്, വി ഹാവ് ബീൻ റെഫറിങ് ടു എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, ബട്ട് എന്തോ സംഭവിച്ചില്ല, അല്ലെങ്കിൽ എന്തോ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. റീഡിങ് ഇസ് ആക്ച്വലി എൻ എൻഡ്ലെസ് ജേർണി, ബട്ട് യു ക്യാൻ മേക്ക് ഇറ്റ് സിസ്റ്റമാറ്റിക്. അങ്ങനെ
നമുക്ക് വളരെ കാമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടോ? Yes, there is a strategy where we can read it in a very calm way. So let's see what is a calm reading. So in the calm strategy, the first letter C stands for clarity. എന്തിനാണ് നമ്മൾ ഈ ടെക്സ്റ്റ് വായിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ ടെക്സ്റ്റ് വായിക്കുന്നത്? What is my purpose of reading this text? What am I looking in this text? What do I need from this text? അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ടെക്സ്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നൊരു ക്ലാരിറ്റി വി നീഡ് ടു ഹാവ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ആ ടെക്സ്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ നെവർ ഓപ്പൺ എ ടെക്സ്റ്റ് വിത്തൗട്ട് ഹാവിങ് ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങൾക്ക് ആൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് തുറക്കുന്നു. ഓക്കെ, എന്നിട്ട് വാട്ട് ആർ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു റീഡ്? നമ്മൾ ടെക്സ്റ്റ് ആദ്യം മുതൽ ഇരുന്ന് ലാസ്റ്റ് വരെ വായിക്കുന്നതല്ല. നമുക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് മാത്രം എടുത്ത് ഒരേ രീതിക്ക് വായിക്കുകയാണോ ചെയ്യുന്നത്? നോ. ഫസ്റ്റ് വീൽ ജസ്റ്റ് ഓപ്പൺ ദിസ് ടെക്സ്റ്റ് ആൻഡ് വീൽ സീ നമുക്ക് ആവശ്യമുള്ളതുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഇപ്പോൾ we have a lot of technological assistance where we could identify whether what we are looking for is in the text or not. For example, we can use Google Notebook, text upload ചെയ്യാം, എന്നിട്ട് എവറി ചാപ്റ്ററിലുള്ള എന്തൊക്കെയാണ് അതിന് ജസ്റ്റ് ഒന്ന് തരാൻ വേണ്ടിയിട്ട് പറയാം. ഓരോ ചാപ്റ്ററിൽ ഡീൽ ചെയ്തിരിക്കുന്ന മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണ് സമ്മറൈസ് ചെയ്ത് പറയാം. സോ you will get a basic idea about every chapters and all the ideas that are talking in that complete book. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ സെക്ഷൻ നമുക്ക് വായിക്കേണ്ടി വരും എന്നുള്ള കാര്യം. സോ ദർ ഇസ് നോ നീഡ് ടു റീഡ് എവറിത്തിങ്. സോ സെക്കൻഡ് എ, the calm reading A എന്ന് പറയുന്നത് is the approach that we have towards a text. So അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് is take a quick scan of the textbook. Okay, are you reminded of somebody? Yes. Take a quick scan. So just go through the titles, then the content, then the headings, and if you have an abstract, go through that in the beginning of chapter as well. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും we can take the assistance of the AI now. നമുക്ക് we'll get the information as quick as possible. സോ അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തീസിസിനെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിക്ക് ഹെൽപ്ഫുള്ളായിട്ട് അതിനെ എൻറിച്ച് ചെയ്യാൻ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഓൾറെഡി ഉണ്ടെന്നുള്ളത്. വി ആർ മൂവിങ് ഓൺ to the second process in approaching this text, and that is understanding the structure. അപ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഏത് പാസേജാണ് വായിക്കേണ്ടത്, ഏത് സെക്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ട്രൈ ടു റീഡ് ദാറ്റ് പാരഗ്രാഫ്. ആ പാരഗ്രാഫിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. സോ ജസ്റ്റ് ട്രൈ ടു റീഡ് ദ ഫസ്റ്റ് സെൻറ്റൻസസ് ഓഫ് ദാറ്റ് പാരഗ്രാഫ്. അപ്പോൾ അതിനെ നമ്മൾ ടോപ്പിക് സെൻറ്റൻസ് എന്നാണ് പറയുക. സോ അക്കാഡമിക് ടെക്സ്റ്റ് കൂടുതലും ആ ഒരു രീതിയിലായിരിക്കും മിക്കവാറും പോകുന്നുണ്ടാവുക. സോ യു ഹാവ് എ ടോപ്പിക് സെൻറ്റൻസ്. നമുക്കതിൽ മനസ്സിലാവും എന്തെങ്കിലും ഒരു ആർഗ്യുമെൻ്റ് അവർ തുടക്കത്തിൽ സ്റ്റേറ്റ് ചെയ്യാനാണോ നോക്കുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ, പിന്നെ അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് ആണോ പറഞ്ഞു വരുന്നത്, അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണോ. സോ ദർ വിൽ ബി സം സോർട്ട് ഓഫ് എ ഫോമാറ്റ് ഇൻ ദാറ്റ് പാരഗ്രാഫ്. So try to identify what the author is trying to tell you, what kind of an argument he is going to make and how he is going to explain it. അങ്ങനെ വരുമ്പോൾ you will get a connection to what he or she is talking about in that text. So we have the title, so we know this is what we are going to read in the following paragraphs. Then we'll get an idea. We'll try to make an idea in our mind. Okay, we are looking for this. Okay, we are reading all these things in connection to this, and this is what we are going to identify. So in that way, you'll get a flow of connections in your mind, which will help you to develop notes further. Then there might be some portions which you need to analyze very carefully. ഒരു ഡീപ്പ് അനാലിസിസ് വേണ്ട ടെക്സ്റ്റുകൾ ഉണ്ടാവും. അത് you will give more time to it. You will have a very fresh mind to read that particular
passage which you think is extremely useful and you are trying to take a quote from that, you are trying to take this idea in order to substantiate your arguments in your thesis, etc. So that is the third part where you find it extremely relevant or an indispensable part in a textbook. Give it more time to read and have your own reflections about it and think about how you are going to use that particular um, paragraph or particular idea or particular portion in your thesis. This takes time. So, you, after reading this, you have to think about the concept, and the process is really long and it takes some time. So, ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏത് എപ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ള കാര്യം നമുക്കൊരു ധാരണ കിട്ടും. അല്ലെങ്കിൽ വായിച്ചു വരുമ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ സമയം വേണ്ടതാണോ, അല്ലെങ്കിൽ ഇത് പ്രയോറിറ്റി ലിസ്റ്റിൽ കൂടുതലായിരിക്കും. സോ ഇപ്പോൾ അത് വായിച്ച് നമുക്ക് ഒന്ന് റൂമിനേറ്റ് ചെയ്യാനുള്ള ടൈം അല്ല നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ we can just not postpone is a word that researcher will always use and do. So അത് കുറച്ചൊന്ന് മാറ്റി വെക്കാം നമുക്ക്, സെയിം തിങ്. ബട്ട് അത് നമുക്ക് ഒരു കുറച്ചുകൂടി ഒരു നല്ല ടൈമിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ആ പാരഗ്രാഫിലേക്ക് പോയാൽ മതി. അപ്പോൾ കുറച്ച് ഈസിയ പാരഗ്രാഫ്സ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നൗ ഐ എം മോർ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് ദിസ്. ഇപ്പോൾ എനിക്ക് അത്ര എനർജി ഇല്ല, ഇപ്പോൾ എനിക്ക് കുറച്ച് എനർജി ഉണ്ട്, ഈ കാര്യം വായിച്ചാൽ മതി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ approach to a text is so important, and which is different, and it can differ according to persons. നമ്മുടെ മൂഡ്സ് അനുസരിച്ച്, നമ്മുടെ ടൈം സ്പാൻ അനുസരിച്ച്, നമ്മുടെ ആ സമയത്ത് വർക്ക് ചെയ്യാനുള്ള എനർജി അനുസരിച്ച് യു ക്യാൻ ഷെഡ്യൂൾ യുവർ റീഡിങ്. സോ നമ്മുടെ എനർജി എല്ലാത്തിലും ഒരുപോലെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ പാസേജസിനും എല്ലാ സെക്ഷനും ഒരുപോലെ നമ്മൾ എനർജി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കും. ഇറ്റ് ഈസ് വെരി നാച്ചുറൽ ആൻഡ് വെരി നോർമൽ. ആൻഡ് അങ്ങനെ നമ്മുടെ എനർജി കളയേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് വി ഹാവ് ടു സോർട്ട് ഇറ്റ് ഔട്ട്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ദിവസം എന്തെങ്കിലും വായിക്കാം, എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ സം വേ ഓർ ദി അതർ. കാരണം വൈ ഡു വി റീഡ്? വി റീഡ് അറ്റ് ദിസ് പോയിന്റ് ടു റൈറ്റ്. അതിനെ നമുക്ക് എഴുതുന്ന ഒരു രീതിയിലേക്ക് ആക്കി എടുക്കണം. സോ റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു ബിഗിനിങ് പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി നമുക്ക് വേണം. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഗിവ് ഓൾ ദി എനർജി ടു വൺ പെർട്ടിക്കുലർ തിങ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അത് മാത്രമല്ല, ഇത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ടെക്സ്റ്റ് തുറക്കാനേ നമുക്ക് തോന്നുന്നുണ്ടാവില്ല. ഈ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വായിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ബേൺ ഔട്ട് ആവുന്ന കാര്യമായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവുക. സോ വിൽ ട്രൈ ടു പോസ്റ്റ്പോൺ റീഡിങ് ദ ടെക്സ്റ്റ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ പിന്നെ വായിക്കാം എന്ന് കരുതി അത് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഈ ഒരു തോട്ട് ചിലപ്പോൾ വരുന്നുണ്ടാവില്ല. ആ ടെക്സ്റ്റിലെ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൽ കുറച്ച് ഈസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അപ്പോൾ അത്ര എനർജി വേണ്ടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിച്ച് അതിന് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫീൽ ലൈക്ക് കമ്മിങ് ബാക്ക് ടു ഇറ്റ് അഗൈൻ. പക്ഷേ വൺസ് ഒന്ന് ഡ്രെയിൻ ഔട്ട് ആയി കഴിഞ്ഞാൽ ഐ ഹാവ് ടു റീഡ് ദിസ് അഗൈൻ, അല്ലെങ്കിൽ ഇത് അടുത്ത് വീണ്ടും ഈ കാര്യം വായിക്കണമല്ലോ എന്നൊരു തോട്ടായിരിക്കും ആ ടെക്സ്റ്റിനെ പറ്റി ആദ്യം വരിക. സോ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ചങ്ക്സ് ആൻഡ് സെറ്റ് ദ പ്രയോറിറ്റി ലിസ്റ്റ്. ഏതെങ്ങനെ വായിക്കണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാമല്ലോ. സോ വി പ്ലാൻ അക്കോർഡിംഗ്ലി സോ ദാറ്റ് വിൽ നോട്ട് ബി ഡ്രെയിൻഡ് ആൻഡ് വിൽ ഫീൽ ഇൻട്രസ്റ്റഡ് ടു കം ബാക്ക് ടു അവർ ടെസ്റ്റ് ആൻഡ് റീഡ് ഇറ്റ്. And the point is, not all the text needs all your energy, and not all the sections need the same energy. So the L in calm says, learn in intervals. So I think you might be aware of the Pomodoro technique, in which നമ്മൾ 25 minutes continuous ആയിട്ട് ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു without any distractions. We'll take a 5-minute break. അങ്ങനെ ഒരു 4 cycles നമ്മൾ എടുക്കും. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ മൈൻഡ് ഓഫ് ദ റീഡർ, ദ പർപ്പസ് ഓഫ് ദ റീഡർ, എവറിതിങ്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് ബ്രേക്ക് ബിഫോർ യു ഗെറ്റ് ടയേർഡ്. ഏത് കാര്യമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ആഫ്റ്റർ എ പെർട്ടിക്കുലർ ടൈം ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു ടേക്ക് എ ബ്രേക്ക്. Could you take a break, please?
break എടുക്കുന്നത് actually resets everything and it helps you to come back to the work. And when you take a break, make sure that it's a break and it's not a distraction. Okay? And the final magical M is actually make notes of what you have read. That is the most important step in reading the calm method. ഈ നോട്ട്സ് ആയിരിക്കും നിങ്ങളുടെ തീസിസിലേക്ക് നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം എടുത്ത് എത്ര ബുക്സ് വായിച്ചു എന്ന് പറഞ്ഞാലും ഫൈനലി ഇതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവുകയില്ല. എന്തിന് നമ്മളിത് വായിച്ചു, എന്തിനായിരുന്നു ഞാൻ ഈ ടെക്സ്റ്റ് എടുത്തത്, ഈ ടെക്സ്റ്റ് ഞാൻ എടുക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെയുള്ള തോട്ട്സ് വരാനുള്ള ചാൻസാണ് കൂടുതൽ. സോ നോട്ട് മേക്കിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ റീഡിങ്, അക്കാഡമിക് റീഡിങ്. തീസിസിന് വേണ്ടി നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ എഴുതാനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ഇറ്റ് ഡൗൺ. നേരത്തെ പറഞ്ഞ എല്ലാ പേർപ്പസ് നമുക്കുണ്ടല്ലോ. നമ്മളൊരു പേർപ്പസ് കൊണ്ടാണ് ഈ ടെക്സ്റ്റ് വായിക്കുന്നത്. ആ പേർപ്പസ് ഫുൾഫിൽ ചെയ്ത് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ റീഡിങ് വിൽ ഗോ ഇൻ ടു തിൻ എയർ ഇഫ് വി ഡോണ്ട് റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് എ നോട്ട്. ഈ നോട്ട്സ് വെച്ചിട്ട് പിന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഏതൊക്കെ സെക്ഷനിൽ എങ്ങനെ വേണം എന്ന് നേരത്തെ സ്ട്രാറ്റജി വെച്ചിട്ടാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതിലേക്കാണല്ലോ നമ്മൾ നോട്ട്സ് എഴുതിയിടുന്നത്. അപ്പോൾ ഓരോ പോയിന്റിനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തീസിസുമായിട്ട് നമ്മുടെ വർക്കോ സ്റ്റഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് തന്നെ നോട്ട്സ് എഴുതാൻ പറ്റും. അത് പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിനി ഇപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് വന്നു എന്ന് വിചാരിക്കുക. സോ നിങ്ങളൊരു 3rd ഇയറിലാണ് നിങ്ങളത് ചെയ്യുന്നത് ആൻഡ് ദെൻ യു ഫെൽറ്റ് ലൈക്ക് you were sick and after that നിങ്ങൾക്ക് വർക്കിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. You needed some time. See, I had a personal experience, so I'm saying this from mine, so അപ്പോൾ എവിടെയെങ്കിലും ഈ വായിക്കുന്നത് നമ്മളാണ്, ആ സമയത്തൊരു തോന്നൽ വരുന്നത് നമുക്കാണ്. ഇതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മളാണ്. ഇത് വേറെ ആർക്കും അറിയില്ലല്ലോ, ഇത് വേറെ ഒരുത്തർ ഷെയർ ചെയ്യുന്നില്ലല്ലോ. ഈ കാര്യം ഉറപ്പായിട്ടും നമ്മൾ മറന്നുപോകും. മേ ബി ഒരു 1 month, ഒരു 3 months കഴിയുമ്പോഴത്തേക്കും ഈ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാനിത് എങ്ങനെയൊക്കെയാണ് എൻ്റെ തീസിസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന കാര്യത്തിനെ പറ്റി ഈ 1 മാസം കഴിയുമ്പോഴത്തേക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. ആൻഡ് അത്രയും സമയം വെറുതെ അങ്ങ് പോയതുപോലെ തോന്നും നമുക്ക്. സോ ഇതിങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ 1 വർഷം വെറുതെ പോവാം, 2 വർഷം വെറുതെ പോവാം, 3 വർഷം വെറുതെ പോവാം. സോ റീഡിങ് മേക്ക് സെൻസ്. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്രയും വായിച്ചു, നമ്മൾ ഇത്രയും ടെക്സ്റ്റുകൾ വായിക്കുന്നുണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗിവ് യു സം ഇൻസൈറ്റ്സ്. പക്ഷേ ഈ ഇൻസൈറ്റ് നമുക്ക് ഉണ്ടായത് കൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് കിട്ടിയ ഈ ഇൻസൈറ്റ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ സ്റ്റഡിയിൽ കൊണ്ടുവരാൻ കഴിയണ്ടേ. അതിനാണ് നമുക്ക് ഈ നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വി മസ്റ്റ് റൈറ്റ് നോട്ട്സ് ആഫ്റ്റർ റീഡിങ്. ആ ദിവസം വായിക്കുന്നതിൻ്റെ നോട്ട്സ് അന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. ഇനി നിങ്ങളുടെ ഓർമ്മ പോയിട്ട് നിങ്ങൾ വീണ്ടും ഓർമ്മയെല്ലാം കൂടി എടുത്തിട്ട് വീണ്ടും നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വരുവാണെങ്കിലും ഈ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫ്രം ദ ബിഗിനിങ് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. നോട്ട്സ് ഉണ്ടെങ്കിൽ, ഈ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി നോ വാട്ട് യു വെർ തിങ്കിങ് അറ്റ് ദാറ്റ് പോയിന്റ്. എങ്ങനെ നിങ്ങളത് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കി, ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. സോ ഈവൻ ഇഫ് ഇറ്റ്സ് എ ഫിസിക്കൽ വൺ, നിങ്ങളുടെ ബുക്സിൽ എന്തെങ്കിലും എഴുതിയിടുവാണെങ്കിൽ അങ്ങനെ, ഈവൻ ഇഫ് അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഫയൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അങ്ങനെ, ടെക്സ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അത്രയും ബൾക്കായിട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇറ്റ്സ് അപ് ടു യു വിച്ച് ഈസ് കംഫർട്ടബിൾ ആൻഡ് കൺവീനിയൻറ്റ് ഫോർ യു എന്നുള്ള രീതിയിൽ. ബട്ട് നോട്ട്സ് ആർ ദ മസ്റ്റ്. നോട്ട്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നും, നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റിൽ നിന്നും നിങ്ങളുടെ തീസിസിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ദ ഗ്രേറ്റസ്റ്റ് ബ്രിഡ്ജ്. ആൻഡ് ദാറ്റ് ബ്രിഡ്ജ് ഹാസ് ടു ബി സ്ട്രോങ് വിത്ത് എവ്രി ടെക്സ്റ്റ്. വായിക്കുന്ന എല്ലാ ടെക്സ്റ്റിനും ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. So that's all, guys, for today. I hope these reflections might help you in your journey as well. This is something which I have realized not on a later half, but something that you have to go through in order to understand it better. Yeah, I think a very calm reading might help you all as well. So if you like the video, please like and share to your fellow friend or researcher and subscribe. Thank you.